ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 30 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇഷ്യൂ. ലൈറ്റ് തന്നെയാണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഗ്രാഫിക്സ് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓണാക്കി നോക്കുമ്പോൾ ഇൻഫിനിക്സ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. സോ ഇത് ലൈറ്റിൻ്റെ ഇഷ്യൂ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്കീമാറ്റിക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഓൾറെഡി ചില ഷോപ്പുകളിൽ കൊടുത്തതാണ്. പക്ഷെ അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം കറക്റ്റ് അവർക്ക് റെഡിയാക്കാൻ പറ്റാതിരുന്നത്. ലൈറ്റിനേക്കുള്ള ഈ രണ്ട് കണക്ഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഓറഞ്ച് ലൈനാണ് 30 above വോൾട്ടേജ് കയറ്റേണ്ടത്. ഈ ഒരു കപ്പാസിറ്റി വെക്കുന്നതിൽ 30 above വോൾട്ടേജ് കപ്പാസിറ്റിയിലേക്ക് കിട്ടുന്നത്. നമുക്ക് എന്തായാലും ബോർഡ് അയച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ലൈന് നേരെ പാസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കോയിലോ അതുപോലെ തന്നെ ലൈറ്റ് ഐസിയോ അതിൻ്റെ ഡയോഡോ എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും ചിലപ്പം ലൈറ്റിൻ്റെ വോൾട്ടേജ് പാസ്സാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് അടിച്ചെടുക്കുന്നത് നമുക്ക് സേഫ് അല്ല. ചിലപ്പോൾ റാം ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഷീൽഡ് കട്ട് ചെയ്ത് വെക്കുക. ചെക്ക് ചെയ്ത ടൈമിൽ ഒരു കോയിൽ ബ്രേക്കായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കോയിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ അതിനായി പഴയ ഒരു ബോർഡ് എടുത്തിട്ട് ആ ബോർഡിൻ്റെ സെയിം കോയിൽ നമുക്ക് ജസ്റ്റ് ഇപ്പുറത്തേക്കൊന്ന് റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. കോയിൽ റീഫിക്സ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഓവർ ഹീറ്റ് കൊടുക്കാൻ പാടില്ല. നേരെ ഓപ്പോസിറ്റ് റാമുണ്ട്. അപ്പോൾ ചെറിയൊരു ഹീറ്റ് പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് ഫിക്സ് ചെയ്യാം. ജസ്റ്റ് ഫിക്സ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കോയിലിൻ്റെ ഒരു മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായി ചെക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.